1950 കാലഘട്ടം. തുർക്കിയിലെ അദാന എന്ന ഗ്രാമ അതിർത്തിയിൽ ഒരു കൊച്ചു വീട്. അതിനുള്ളിൽ ഒരു അച്ഛനും അമ്മയും 3-4 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ആ കാലത്ത് ടെലിവിഷനോ റേഡിയോയോ പോലും ഇല്ലാതിരുന്ന വളരെ സാധാരണമായ ഗ്രാമമായിരുന്നു അദാന. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുമ്പ് പറഞ്ഞ ആ വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുകയായിരുന്നു. സംസാരമധ്യേ അവർ പറഞ്ഞ ഒരു പ്രദേശത്തിൻ്റെ പേര് കേട്ടപ്പോൾ ആ കുട്ടി അസ്വസ്ഥനാകുന്നു. ആ സ്ഥലം കൊറിയ. അവൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ അവിടെയാണ് മരിച്ചത്, കൊറിയൻ യുദ്ധത്തിൽ. ഞാൻ ടർക്കിഷ് ബ്രിഗേഡിലായിരുന്നു, നോർത്ത് സ്റ്റാറിൽ. അഹമ്മദ്, അദ്ദേഹമായിരുന്നു എൻ്റെ ക്യാപ്റ്റൻ. അവൻ്റെ അച്ഛനും അമ്മയും ആദ്യം കരുതി കുട്ടിയല്ലേ, കളി പറയുന്നതാകും. പക്ഷേ ആ കുട്ടി പറയുന്നത് മിലിറ്ററി ടേംസ് ആണെന്ന് മനസ്സിലായപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു. ഒരു കുഞ്ഞ് അറിയാൻ പാടില്ലാത്തതും പറയാൻ കഴിയാത്തതുമായ പദങ്ങൾ അവൻ പറഞ്ഞു. താൻ വെടിയേറ്റ് മരിച്ചതായും തനിക്ക് വെടികൊണ്ടത് എവിടെയാണെന്നും അവൻ പറഞ്ഞു. അവൻ പറഞ്ഞത് എവിടെയാണോ അവിടെ അവൻ്റെ ശരീരത്തിൽ ഒരു ബർത്ത് മാർക്ക് ഉണ്ടായിരുന്നു, ഒരു ബുള്ളറ്റ് വൂണ്ടിൻ്റെ. വെൽക്കം ബാക്ക് ടു ജെഫ് സ്റ്റോറീസ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെപ്പോലെ കൂടുതൽ ആളുകളിലേക്ക് ഈ കഥകൾ എത്തിച്ചേരാൻ ഈ ചാനലിനെ അത് സഹായിക്കും. ആദ്യം പറഞ്ഞ കഥ ശാസ്ത്രജ്ഞർ അന്വേഷിച്ചു. ആ കുട്ടി പറഞ്ഞ സൈനികരുടെ പേരുകൾ അന്താരാഷ്ട്ര ആർക്കൈവുകളിലുണ്ട്. പേരും റാങ്കും എല്ലാം പൊരുത്തപ്പെട്ടു. ഇത് അദ്നാൻ കെലിച്ചി എന്ന കുട്ടിയുടെ കഥയാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവനായി മാറ്റിയിരുന്നു. ഡോക്ടർ ഇയൻ സ്റ്റീവൻസൺ ഹാർവാർഡിൽ പഠിച്ച യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിൽ സൈക്യാട്രി വിഭാഗം ചെയർമാനായിരുന്ന ഒരു മനോരോഗ വിദഗ്ധൻ. പുനർജന്മം എന്നതിന് ശാസ്ത്രീയ തെളിവുകൾ തേടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. പുനർജന്മം ഒരു വിശ്വാസമാണെന്ന് അയാൾ കരുതിയില്ല. ദ വിഷ് നോട്ട് ടു ബിലീവ് ക്യാൻ ഇൻഫ്ലുവൻസ് ആസ് സ്ട്രോങ്ലി ആസ് ദ വിഷ് ടു ബിലീവ്, ഈൻ പറഞ്ഞു. 1968 സെറോക്സ് എന്ന കമ്പനി സ്ഥാപിച്ച ചെസ്റ്റർ കാൾസൺ എന്ന വ്യക്തി അപ്രതീക്ഷിതമായി മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ പുനർജന്മത്തിൽ താല്പര്യമുള്ള ഒരു ആളായിരുന്നു. അവർ ഒരു ഒസ്യത്തിൽ $1 മില്യൺ യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയ്ക്ക് വിട്ടുകൊടുക്കുന്നു. ഒരു വ്യവസ്ഥ മാത്രം. ആ പണം ഡോക്ടർ സ്റ്റീവൻസന് പുനർജന്മം എന്ന വിഷയത്തിൻ്റെ വിശദമായ പഠനത്തിന് മാത്രം ചിലവാക്കാനുള്ളതാണ്. ഇതോടെ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിത പഠനം. അടുത്ത 40 വർഷം ഡോക്ടർ ഇയൻ സ്റ്റീവൻസൺ യാത്ര ചെയ്യുന്നു. ഇന്ത്യയിൽ, ശ്രീലങ്കയിൽ, തുർക്കിയിൽ, തായ്ലൻഡിൽ, ബർമയിൽ, ലെബനനിൽ. അദ്ദേഹം പുനർജന്മ കഥകൾ പറഞ്ഞ കുട്ടികളോടും അവരുടെ മാതാപിതാക്കളോടും നേരിട്ട് സംസാരിച്ചു. പൊതുക്കണക്കിൽ 3000-ലധികം കുട്ടികളുടെ കേസുകൾ അദ്ദേഹം ശേഖരിച്ചു. ഓരോ കേസും വിശദമായി ഈൻ പഠിച്ചു. കുട്ടികൾ പറഞ്ഞത് രേഖപ്പെടുത്തി. അവർ ഓർമ്മയിൽ പറഞ്ഞ സ്ഥലങ്ങൾ സന്ദർശിച്ചു. കുറിച്ചിട്ട പേരുകൾ, വീടുകൾ, പ്രദേശങ്ങൾ, പോലീസ് രേഖകളും ആശുപത്രി ഫയലുകളും പരിശോധിച്ചു. എല്ലാം വെരിഫൈ ചെയ്തു. എന്നാൽ ഇവ പലപ്പോഴും കുട്ടിയുടെ വീട്ടുകാർ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അവസാനം എല്ലാ കാര്യങ്ങളും ശരിയാവുകയായിരുന്നു. പിന്നീട് അതിന് എതിർവാദം പറയാൻ ആരുമില്ലായിരുന്നു. ശ്രീലങ്കയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. ഒരു ദിവസം അവളുടെ അമ്മ വീട്ടിൽ ആരോടൊക്കെയോ സംസാരിക്കുകയായിരുന്നു. അവരുടെ സംസാരത്തിനിടെ അവർ കതിർകമം എന്ന ഗ്രാമത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇത് കേട്ട ആ കുട്ടിയുടെ മുഖം ഉടനെ മാറി. അവൾ പെട്ടെന്ന് നിശ്ചലയായി. ആരോടെന്നില്ലാതെ അവൾ ശാന്തമായി പറഞ്ഞു, ഞാൻ അവിടെയാണ് മരിച്ചത്, കതിർകമത്തിൽ. എൻ്റെ സഹോദരൻ എന്നെ നദിയിലേക്ക് തള്ളിയിട്ട് കൊല്ലുകയായിരുന്നു. അവളുടെ അമ്മ ഞെട്ടിപ്പോയി. എന്താ അവൾ പറഞ്ഞത്? അവളെ നോക്കി. പക്ഷേ ആ കുഞ്ഞ് അത് പറഞ്ഞത് കളിയായിരുന്നില്ല. അവൾ തുടർന്നു, എൻ്റെ അച്ഛൻ അവിടെ ഒരു ഫ്ലവർ സ്റ്റാൾ നടത്തി. അത് ബുദ്ധക്ഷേത്രത്തിന് അടുത്തായിരുന്നു. ഞങ്ങൾ കഴിയുന്നത് ഒരു വീട്ടിലായിരുന്നു. ആ വീടിന് മുകളിൽ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു. അതിലൂടെ ആകാശം കാണാമായിരുന്നു. പുറകുവളപ്പിൽ നായ്ക്കളെ കെട്ടിയിട്ടിരിക്കും. അവർക്കായി മാംസമെറിഞ്ഞു കൊടുക്കും. വീടിൻ്റെ അടുത്ത് വലിയൊരു ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നു. സ്റ്റീവൻസൺ ഈ കേസ് കേട്ടപ്പോൾ അദ്ദേഹം ഭാവനയല്ല, തെളിവ് തേടുകയായിരുന്നു. അദ്ദേഹം കതിർകമത്തിലേക്ക് പോയി ഗ്രാമം പരിശോധിച്ചു. ബുദ്ധക്ഷേത്രം കണ്ടെത്തി. അതിന് സമീപം ഒരു ചെറിയ ഫ്ലവർ സ്റ്റാൾ. അതിൻ്റെ അടുത്തായി ഒരു വീട്. അതിൻ്റെ മുകളിൽ അവൾ പറഞ്ഞതുപോലെ ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടായിരുന്നു. പുറകിൽ നായ്ക്കളെ കെട്ടിയിട്ടുമുണ്ടായിരുന്നു. സ്റ്റീവൻസൺ ആ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ അവർക്ക് 3 വയസ്സ് പ്രായമുള്ള അവരുടെ മകളെ നഷ്ടപ്പെട്ടുവെന്നും
അവളുടെ ബുദ്ധിസ്ഥിരതയില്ലാത്ത സഹോദരനോടൊപ്പം കളിക്കുമ്പോൾ നദിയിലേക്ക് വീണ് മുങ്ങി മരിക്കുകയായിരുന്നു എന്നും അറിയാൻ സാധിച്ചു. അവളുടെ ഓർമ്മയിലെ ദൃശ്യങ്ങൾ ഒന്നൊന്നായി തുറക്കപ്പെട്ടു. അവൾ പറഞ്ഞ 30 വിവരങ്ങളിൽ 27 പൂർണ്ണമായും ശരിയായിരുന്നു. അവൾ പറഞ്ഞ ഒരു തെറ്റ്, കഴിഞ്ഞ ജന്മത്തിൽ അവളുടെ പിതാവിൻ്റെ പേര് ഹെറാത്ത് എന്നാണ്. പക്ഷേ അന്വേഷണത്തിൽ അത് തെറ്റാണെന്ന് മനസ്സിലായി. പക്ഷേ പിന്നീട് കണ്ടെത്തിയത് ഹെറാത്ത് എന്നു പേരുള്ള ഒരു കസിൻ അവൾക്കുണ്ടായിരുന്നു. ഈ 2 കുടുംബങ്ങളും തമ്മിൽ നേരത്തെ കണ്ടുമുട്ടിയിട്ടില്ല. അവർക്ക് പരസ്പരം അറിയുകയുമില്ല. മാത്രവുമല്ല, ഈ വീടുകൾ തമ്മിൽ കിലോമീറ്ററുകളുടെ ദൂരവും ഉണ്ടായിരുന്നു. ഇനി ഈൻ സ്റ്റീവൻസന്റെ റിപ്പോർട്ടുകളിൽ ഉൾപ്പെടാത്ത ഒരു സംഭവം പറയാം. 2-3 വയസ്സ് പ്രായമുള്ളപ്പോൾ ടക്കെഹാരു എന്ന ആൺകുട്ടി തൻ്റെ കുടുംബത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിൽ സംസാരിക്കുവാനും പെരുമാറാനും തുടങ്ങി. ജപ്പാനിലെ ഹിരോഷിമയിൽ സൈനിക പശ്ചാത്തലം ഒന്നുമില്ലാത്ത ഒരു കുടുംബത്തിലാണ് ടക്കെഹാരു ജനിച്ചത്. അച്ഛൻ ഒരു ദന്ത ഡോക്ടറായിരുന്നു. അമ്മ സ്കൂൾ അധ്യാപികയായിരുന്നു. അവർ ഷിൻഡോ ആൻഡ് ജോഡോ ഷിൻസു എന്ന ബുദ്ധമത വിശ്വാസികളായിരുന്നു. ആ മതത്തിൽ പുനർജന്മത്തെക്കുറിച്ച് ഒരു വിശ്വാസവും ഉൾപ്പെട്ടിരുന്നില്ല. കൂടാതെ കുട്ടികൾക്കൊന്നും യുദ്ധകഥകളോ യുദ്ധക്കപ്പലുകളോ യുദ്ധചരിത്രമോ പരിചയവുമില്ലായിരുന്നു. ഏകദേശം 2 വയസ്സ് മുതൽ ടക്കെഹാരു തൻ്റെ സഹോദരനോടൊപ്പം ബാത്ടപ്പിൽ കുളിക്കുമ്പോൾ കളിവള്ളങ്ങൾ ഉപയോഗിച്ച് യുദ്ധക്കപ്പൽ കളിച്ചു. ഞാൻ മരിക്കില്ല എന്ന് അവൻ ശടിച്ചു പറയുമായിരുന്നു. അവൻ ആക്രമണത്തിനിരയായ ഒരു വലിയ യുദ്ധക്കപ്പലിന്റെ ദൃശ്യങ്ങൾ വരയ്ക്കുമായിരുന്നു. വളരെ ശക്തമായ ഒരു യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളെ ഇടതുവശത്ത് അടിച്ചു, അത് പൊട്ടിത്തെറിച്ചു, ഞാൻ മുങ്ങി. ഇതുപോലെയുള്ള വാക്യങ്ങൾ അവൻ ആവർത്തിക്കുമായിരുന്നു. അവൻ വളരുമ്പോൾ അവൻ്റെ പ്രസ്താവനകൾ കൂടുതൽ വിശദമായി. ഞാൻ യാമോട്ടോ എന്ന അജയ്യമായ യുദ്ധക്കപ്പലിലായിരുന്നു. എന്നാൽ ഒക്കിനാവയിലേക്കുള്ള യാത്രാമധ്യേ ഞങ്ങൾ ആക്രമിക്കപ്പെട്ടു. കപ്പലിൻ്റെ ഇടതുവശത്തു കൂടിയായിരുന്നു ആക്രമണം. അവൻ്റെ ഓർമ്മകളോട് പൊരുത്തപ്പെടുന്ന രീതിയിലായിരുന്നു അവൻ്റെ പെരുമാറ്റങ്ങളും ഭയങ്ങളും. വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരത്തിൽ വളർന്നിട്ടും നീന്തൽക്കുളത്തിൽ പോകാൻ അവൻ വിസമ്മതിച്ചു. കാരണം വെള്ളത്തോടുള്ള ഭയം. മാതാപിതാക്കൾ അവനെ ഒരു മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ യാമോട്ടോ എന്ന യുദ്ധക്കപ്പൽ കാണണമെന്ന് അവൻ ആവർത്തിച്ചു പറഞ്ഞു. ഇംപീരിയൽ ജാപ്പനീസ് നാവികസേന അതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയതും ശക്തവുമായ യുദ്ധക്കപ്പലായിരുന്നു യാമോട്ടോ. ഒരു ഫ്ലോട്ടിംഗ് കോട്ട എന്ന് തന്നെ പറയാം. 862 അടി നീളവും 71,000 ടണ്ണിലധികം ഭാരവും 26 മൈൽ നീളത്തിൽ 3200 പൗണ്ട് ഷെല്ലുകൾ ഫയർ ചെയ്യാൻ കഴിയുന്ന തോക്കുകളും അതിലുണ്ടായിരുന്നു. 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാന്റെ അഭിമാനമായിരുന്നു അവൾ. 1945 ഏപ്രിൽ 7 വരെ അമേരിക്കൻ ബോംബറുകൾ അവളെ കിഴക്കൻ ചൈന കടലിന്റെ അടിയിലേക്ക് അയച്ചു. 3000-ലധികം പുരുഷന്മാർ മരിച്ചു. 269 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. അതിനുശേഷം അവശിഷ്ടങ്ങൾ സമുദ്രത്തിന് 1000 അടി താഴെയായി വിസ്മരിച്ചു, ഏകദേശം 8 പതിറ്റാണ്ടുകളായി സ്പർശിക്കാതെ. അപ്പോൾ 2012 ജനിച്ച ഒരു കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെ അറിയാൻ കഴിയും? എന്തു ചെയ്യണമെന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. കൗതുകത്താൽ അവർ അവനെ ക്യൂർ മാരിടൈം മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി. അവിടെ യാമോട്ടോയുടെ സൈസിൻ്റെ 10-1 സ്കെയിൽ മാത്രം വരുന്ന ഒരു മോഡൽ പ്രദർശിപ്പിച്ചിരുന്നു. എന്നാൽ ആവേശത്തിനു പകരം ടക്കെഹാരു നെറ്റിച്ചുളിച്ചു. ഇത് വ്യാജമാണ്, അയാൾ പറഞ്ഞു. യഥാർത്ഥ യാമോട്ടോ വളരെ വലുതായിരുന്നു. അവൻ്റെ സംസാരം മെച്ചപ്പെട്ടപ്പോൾ വിശദാംശങ്ങൾക്കും വ്യക്തത വന്നു തുടങ്ങി. ടക്കെഹാരു പറഞ്ഞു തുടങ്ങി. ഞാൻ 19-ാം വയസ്സിലായിരുന്നു മരിച്ചത്. കഴിഞ്ഞ തവണ ഞാൻ എൻ്റെ അമ്മയെ കരയിച്ചു. ഇനി ഞാനത് ചെയ്യില്ല. അവൻ്റെ അമ്മ യൂക്കി ആകെ അസ്വസ്ഥതയായി. അവൾ അത് വിശ്വസിച്ചത് കൊണ്ടല്ല, മറിച്ച് അത് വളരെ യാഥാർത്ഥ്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ്. അത് കുട്ടിക്കാലത്തെ സാധാരണ ഫാൻറ്റസി ആയിരുന്നില്ല. അങ്ങനെ 2020 കുട്ടികളിലെ ഭൂതകാല ഓർമ്മകൾ പഠിക്കുന്ന ഒരു ഗവേഷകന്റെ അടുത്ത് അവർ എത്തി. അവർ ഒരുമിച്ച് ടക്കെഹാരുവിൻ്റെ ഓർമ്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങി. അവൻ ഓർക്കുന്നത് വരച്ചും എഴുതിയും അവർ രേഖപ്പെടുത്തി. വിവിധ നാവിക കപ്പലുകളുടെയും ജോലിക്കാരുടെയും ഫോട്ടോകൾ അവനെ കാണിച്ചു. ടക്കെഹാരുവിൻ്റെ കണ്ണുകൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയിൽ ഉടക്കി. അവൻ ആ യുവനാവികനെ ചൂണ്ടി പറഞ്ഞു, എനിക്കവനെ അറിയാം, അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ക്രോസ് റെഫറൻസ് ചെയ്തപ്പോൾ ആ നാവികൻ യാമോട്ടോയിൽ സേവനമനുഷ്ഠിച്ചിരുന്നു. 19-ാം വയസ്സിൽ അദ്ദേഹം മരിച്ചു. അതേ ഗൺ സെക്ഷനിൽ, കപ്പലിൻ്റെ അതേ ഇടതുവശം. 1945 ഏപ്രിൽ 7 1-ലധികം ടോർപിഡോകൾ ഇടിച്ച അതേ സ്ഥലം ടക്കെഹാരു തൻ്റെ സ്വന്തം ഓർമ്മകളിൽ നിന്ന് വിവരിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാവിക ദുരന്തത്തിന് ഏകദേശം 70 വർഷങ്ങൾക്ക് ശേഷം ജനിച്ച ഒരു കുട്ടി പെട്ടെന്ന് അത് ഓർത്തു. അവൻ്റെ ഉള്ളിൽ നിന്ന്
അവനത് പഠിച്ചില്ല, ആരും അവനെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ടും അവനത് അനുഭവപ്പെട്ടു. ടക്കെഹാരുവിന് ഇപ്പോൾ പ്രായമായി. അവൻ്റെ ഓർമ്മകൾ മങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. പുനർജന്മ കേസുകളിൽ പഠിച്ച മറ്റു പല കുട്ടികളുടേതും പോലെ 6-7 വയസ്സിൽ ഓർമ്മകൾ പലപ്പോഴും അപ്രത്യക്ഷമാകുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴും നിശബ്ദമായി പറയുന്നു, ഇനിയും വെള്ളത്തിൽ വീണ് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒരു പക്ഷേ പുനർജന്മം വിശ്വാസത്തെക്കുറിച്ചല്ല, അത് ഓർമ്മയെക്കുറിച്ചായിരിക്കാം. ഒരു പക്ഷേ ചില ഓർമ്മകൾ മുങ്ങാൻ കഴിയാത്തത്ര ഭാരമുള്ളതായിരിക്കും. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതെല്ലാം അസംബന്ധമാണെന്ന് പറയുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കാരണം യാമോട്ടോയുടെ ജോലിക്കാരിൽ ഒരാൾ തിരികെ വന്നിരിക്കുന്നു.